വെൽക്കം ടു ദി ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് ആൽഫബറ്റ്സും എക്സെപ്ഷണൽ കേസസും അതിൻ്റെ പ്രൊനൗൺസിയേഷനുമാണ്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ പ്രൊനൗൺസിയേഷൻ ടൈൽ 2 ആണ് നോക്കുന്നത്. അതായത് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ പ്രൊനൗൺസിയേഷൻസ് ഉണ്ട്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഈ ചാനൽ നമ്മൾ ശരിക്കും ഒരു A1 ഒരു സ്ട്രക്ചറിലാണ് പോകുന്നത്. അതിൻ്റെ ഏറ്റവും ബേസാണ് ഈ പ്രൊനൗൺസിയേഷൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ച് റിപ്പീറ്റ് അടിച്ച് ചെയ്ത് ഇത് പ്രൊനൗൺസ് ചെയ്ത് നോക്കണം. കാരണം മുന്നോട്ട് പോകുന്തോറും നമ്മളോരോ വേർഡ് പ്രൊനൗൺസ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ. നമുക്കന്ന് ആദ്യം ഇതിൻ്റെ ഓരോ എക്സാമ്പിൾ വെച്ചും ഇതിൻ്റെ വേർഡ്സ് എന്താണെന്ന് നോക്കാം. ആദ്യം വരുന്ന AU. അതിനെ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഔ എന്നാണ് അതിനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഔ. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഹൗസ് എന്നാണ് അതിനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഹൗസ്. നമ്മുടെ നാട്ടിലും ഹൗസ് അല്ലെങ്കിൽ ഇംഗ്ലീഷിലും ഹൗസ് എന്ന് തന്നെയാണ് നമ്മളതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. അടുത്ത AUം EU ഈ രണ്ട് വേർഡും ഒരുപോലാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. അതിന് ഓയ് എന്നാണ് പറയുന്നത്. ഓയ്. ഒരു എക്സാമ്പിൾ നോക്കിയാൽ ഫ്രോയിൻറ്റ്. ഫ്രോയിൻറ്റ്. നമ്മൾ ആദ്യ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു DA ലാസ്റ്റ് വരുന്ന DA T ആയിട്ടാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇവിടെ ഫ്രോയിൻറ്റ് എന്നല്ല ഫ്രോയിൻറ്റ്. T ആയിട്ടാണ് അതിനെ ഉച്ചരിക്കേണ്ടത്. ഫ്രോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എന്നാണ് അർത്ഥം. അടുത്ത വേർഡ് എന്ന് പറഞ്ഞാൽ IE വരുമ്പോൾ E ആയിട്ടാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. അതിൽ I അവിടെ സൈലൻ്റ് ആയിട്ട് നിങ്ങളതിനെ Eക്ക് സ്ട്രെസ് കൊടുത്താൽ മതി. E. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിയാൽ ലീബേ എന്ന് പറയും. ലീബേ. ലീബേ. ബേ എന്നാണ് പറയുന്നത്. B എന്നല്ല E എന്നല്ല അവിടെ A എന്നാണ് അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. കാരണം അത് നമ്മൾ ടൈൽ 1 ആദ്യമേ പറഞ്ഞിരുന്നു. ലീബേ. അതെന്ന് പറഞ്ഞാൽ ലവ് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അടുത്തതായിട്ട് EI അല്ലെ AI. അതിനെ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത്? I എന്നാണ് നമ്മൾ അതിനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ മൈൻ. മൈൻ എന്ന് പറയും. അപ്പം അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ മൈ എന്നാണ് അതിൻ്റെ അർത്ഥം. EI വരുമ്പം നമ്മൾ നേരത്തെ IEയുടെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ E സൈലൻ്റ് ആണെന്നുള്ള രീതിയിൽ Iക്ക് സ്ട്രെസ് കൊടുത്താൽ മതി. അടുത്ത എക്സാമ്പിളൊക്കെ BAനെ ബ എന്നാണ് പറയുന്നത്. ബ. ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ബാൻ. ബാൻ. അതിന് യൂന്ന് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യത്തെ ടൈലിൽ നോക്കിയിരുന്നു. അതുകൊണ്ട് ബാൻ. ബാൻ എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് ട്രെയിൻ പോകുന്ന അതിനാണ് ബാൻ എന്ന് പറയുന്നത്. അടുത്തത് ബേ. അതിനെ നമ്മൾ ബേ എന്നാണ് പറയുന്നത്. ഇവിടെ ബെറ്റ്. ബെറ്റ് എന്നാണ് ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ബെഡിന് പറയുന്നത് ബെറ്റ് എന്നാണ്. ബോ എന്ന് പറഞ്ഞാൽ BO. ബോ എന്നാണ് അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. ബോക്ക്. ബോക്ക്. കായ്ക്ക് എപ്പോഴും സ്ട്രെസ് കൊടുക്കണം. BUവിന് ബൂ എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ ബൂഹ്. ബൂഹ്. ബുഷ് അല്ല ബൂഹ്. ബുക്കെന്ന് ജർമ്മൻ പറയുന്നത് ബൂഹ്. അടുത്തതായി DAക്ക് ഡ എന്നാണ് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ഡാങ്കെ. ഡാങ്കെ. ഡാങ്കെ എന്ന് പറഞ്ഞാൽ താങ്ക് യു എന്നാണ്. അടുത്തത് DE. അതിന് ഡേ എന്നാണ് പറയുന്നത്. ഡെൻകൻ. ഡെൻകൻ. ഡെൻകൻ എന്ന് പറഞ്ഞാൽ ടു തിങ്ക് എന്നാണ്. DO ഡോ. അതിന് ഒരു എക്സാമ്പിൾ ഡോഹ്. ഡോഹ് എന്ന് വേണം എന്ന് പറഞ്ഞാൽ. ഡോ CHനെ എപ്പോഴും എന്ന് വേണം പ്രൊനൗൺസ് ചെയ്യാൻ. ഇഷ് എന്ന് പ്രൊനൗൺസ് ചെയ്യില്ല. ഡോഷ് എന്നല്ല ഡോഹ്. ഡോഹ്. അടുത്തത് DU. ഡീനെ ദു എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ദു എന്ന് പറഞ്ഞാൽ യു എന്നാണ് ഇംഗ്ലീഷ് മീനിങ്. അടുത്ത FA. ഫ. ഫ എന്നാണ് അതിൻ്റെ മീനിങ്. ഫാറൻ. ഫാറൻ. ഫാറൻ എന്ന് പറഞ്ഞാൽ ടു ട്രാവൽ എന്നാണ്. FEനെ ഫേ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഫേ. അതിന് ഫെൻസ്റ്റർ. അതിനൊരു എക്സാമ്പിളാണ് ഫെൻസ്റ്റർ. ഫെൻസ്റ്റർ എന്ന് പറഞ്ഞാൽ വിൻഡോ എന്നാണ്. അടുത്തതായി FI. അതിനെ ഫീ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഫിൻഡൻ. ഫിൻഡൻ. ഫിൻഡൻ എന്ന് പറഞ്ഞാൽ ടു ഫൈൻഡ്. അടുത്ത FO ആണ്. അതിന് ഫോ എന്നാണ് നമ്മളതിനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ ഫോട്ടോ. ഫോട്ടോ. ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോ തന്നെയാണ്. അടുത്ത FU ആണ്. അതിന് ഫ്യൂ എന്നാണ് അതിനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. അതിൻ്റെ എക്സാമ്പിൾ ഫുസ്. ഫുസ് എന്നാണ് അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ കാൽപാദം എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത LA ഉമ്മിലോട്ടാണ്. അതിനെ ലേ എന്നാണ് അതിനെ പറയേണ്ടത്. അതിനൊരു എക്സാമ്പിളാണ് ലേഡൻ. ലേഡൻ. ലേഡൻ എന്ന് പറഞ്ഞാൽ ഷോപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത
എ ഉംലോട്ടിനെ ടേ എന്നാണ് നമ്മളതിനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ടേഗ്ലിഷ്. ടേഗ്ലിഷ് ടേഗ്ലിഷ് എന്ന് പറഞ്ഞാൽ ഡെയിലി എന്നാണ് അതിൻ്റെ മീനിങ്. അടുത്ത ഒരു വേർഡാണ് BAU. അതിന് ബൗ എന്നാണ് നമ്മളതിനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ബൗ. അതിൻ്റെ എക്സാമ്പിൾ ബൗ എന്നാണ്. അതിൻ്റെ അർത്ഥം ട്രീ എന്നാണ്. അതിൻ്റെ അടുത്ത വേർഡ് BAU. അപ്പോൾ ആ രണ്ട് വേർഡ് നോക്കിക്കഴിഞ്ഞാൽ തൊട്ട് മേളത്തെ BAU അതിൻ്റെ അടുത്ത് BAU എന്ന് അതിൻ്റെ പ്രൊനൗൺസ് ചെയ്യുന്നത് ബോയ് എന്നാണ്. ബോയ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ബോയിമേ. ബോയിമേ അത് ട്രീസ്, അത് പ്ലൂറാലാണത്. അപ്പോൾ ആ രണ്ട് വേർഡിൻ്റെയും ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവല്ലോ. BAUവിനെ ബൗ എന്നും BAUവിനെ ബോയ് എന്നുമാണ് നമ്മളതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. അത് ഭയങ്കര ഒരു ഡിഫറൻസ് ആണ്. അത് നമ്മൾ ഇനി അങ്ങോട്ട് വരും തോറും പല വേർഡ്സിലും അത് കാണും. അപ്പോൾ ഇതൊരു ബേസിക് കൺസെപ്റ്റായിട്ട് നമ്മളത് മനസ്സിലാക്കുകയാണെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് അതിനെ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റും. അടുത്തത് BIEനെ ബി എന്നാണ് അതിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. ബീറ്റൻ. ബീറ്റൻ. ബീറ്റൻ എന്ന് പറഞ്ഞാൽ ടു ഓഫർ എന്നാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. IE എപ്പോൾ വന്നാലും അങ്ങനത്തെ ഉള്ള കേസുകൾക്ക് ഇക്കാണ് നമ്മൾ സ്ട്രെസ് കൊടുക്കുന്നത്. അവിടെ ഒരു സൈലൻറ്റ് മോഡിലാണ് ആക്ട് ചെയ്യുന്നത്. ബി എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അതിൻ്റെ അടുത്ത ഇത് നോക്കിക്കഴിഞ്ഞാൽ BEI. അത് പ്രൊനൗൺസ് ചെയ്യേണ്ട ബൈ എന്നാണ്. അതിൻ്റെ എക്സാമ്പിളാണ് ബൈൻ. ബൈൻ എന്ന് പറഞ്ഞാൽ ലെഗ് എന്നാണ് അതിൻ്റെ മീനിങ്. നമ്മളിപ്പോൾ BEI അത് നേരത്തെ പറഞ്ഞ പോലെ EI എപ്പോൾ വന്നാലും ഐക്ക് നമ്മൾ സ്ട്രെസ് കൊടുത്ത് സംസാരിച്ചാൽ മതി. അതുപോലെ ആയിരിക്കും BAI വന്നാലും ബൈ എന്ന് തന്നെയാണ് നമ്മളതിനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഇത് പ്രൊനൗൺസിയേഷൻ ടൈലാണ്. ഇത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൈലാണ്. ഇത് നിങ്ങൾ എപ്പോഴും കേട്ട് ഇതിനെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകുമ്പോൾ പ്രൊനൗൺസിയേഷൻ എളുപ്പമാകത്തുള്ളൂ. പ്രൊനൗൺസിയേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. അതായത് പലരും B2 പാസ്സാവും അല്ലെങ്കിൽ A1 A2 പാസ്സായിട്ട് പ്രൊനൗൺസിയേഷൻ ഭയങ്കര റോങ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്താൽ അത് നമ്മൾ പറയുന്നത് എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവാതിരിക്കുക. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ രണ്ട് വീഡിയോയിലുള്ള ഉണ്ടായിട്ടുള്ള വേർഡ്സും അതിൻ്റെ പ്രൊനൗൺസിയേഷനും അതിൻ്റെ ഒരു എക്സാമ്പിൾസും തന്നിട്ടുണ്ട്. അത് നമ്മൾ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ജർമ്മൻ നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്കത് മനസ്സിലാവും. നമ്മളൊരു എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവണമെങ്കിൽ ഈ രണ്ട് വീഡിയോസും കണ്ട് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്ന് നിങ്ങളത് പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ഒരു ഗ്രാമർ പോർഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം.